കയ്പമംഗലത്ത് ഭക്ഷണപ്രേമികൾക്കായി ഖാജ ബിസ്ട്രോ കഫേ തുറന്നു. കയ്പമംഗലത്തിന്റെ രുചിഭൂപടത്തിലേക്ക് പുതിയൊരു അധ്യായം കൂടി. അത്യാധുനിക സൗകര്യങ്ങളോടും വൈവിധ്യമാർന്ന വിഭവങ്ങളോടും കൂടി സജ്ജീകരിച്ച ഖാജ ബിസ്ട്രോ കഫേ പ്രവർത്തനം ആരംഭിച്ചു. റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം ഇ ടി ടൈസൺ MLA നിർവഹിച്ചു. ഏറ്റവും നല്ല ആപ്റ്റായിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ ഈ സ്ഥാപനം എന്നതാണ് ആദ്യത്തെ പ്ലസ് പോയിന്റ്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ആൾ പറഞ്ഞു നമുക്ക് 10-13 സ്ഥാപനങ്ങളുണ്ട്. ഞങ്ങൾ ചില കാര്യങ്ങളിൽ മാറ്റവും ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ എഴുത്തുകുത്തുകളൊക്കെ ആയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ഹോട്ടലുകൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു സമയം വെച്ചിട്ട് അടച്ചിടുന്നൊക്കെ ഒരു പതിവുണ്ട് അല്ലേ, അല്ലെങ്കിൽ നിർത്തണം എന്നൊക്കെ പറയുന്ന സമയമുണ്ട് 11:30-12 മണി എന്നൊക്കെ ഉള്ളു. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില ഇളവുകൾ വേണം എന്ന് കയ്പമംഗലം പ്രദേശത്തും ബാക്കിയുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ടാകണമെന്ന് ഞങ്ങൾ കൃത്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ഞാൻ ഇപ്പോൾ അറിയിക്കുകയാണ്. ആണെങ്കിൽ ഇത് ഈ സംരംഭം ആരംഭിച്ച ആളുകൾക്ക് നല്ല പരിചിതരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരോടൊന്നും ഉപദേശിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. 10-30 വർഷക്കാലം പല പേരുകളിൽ ഈ പ്രദേശത്ത് തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ നടത്തിയിരുന്ന ആളുകളുമാണ്. ബേക്കറി വിഭാഗത്തിന്റെ ഉദ്ഘാടനം ഖാജ ബിസ്ട്രോ കഫേ ഡയറക്ടർമാരും AKCA പ്രതിനിധി അബ്ദുൽ അസീസ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഈ ഹോട്ടൽ ആരംഭിക്കുമ്പോൾ തന്നെ എൻ്റെ വാർഡിലും കൂടിയാണ് ഇത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോഴേ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് ചർച്ചകൾ ചെയ്ത് ഓരോ കാര്യങ്ങളും ഇന്ന് വരെ നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിരുന്നു. എന്ന് തന്നെയായാലും നമ്മുടെ തീരദേശത്തെ ഏറ്റവും നല്ല നമ്മൾ ഭക്ഷണം ഏറ്റവും നല്ലതാണ്. അവിടെ എന്തായിരിക്കും, ആളുകൾ കൂടും. രുചിയേറിയ ഭക്ഷണം എവിടെ നിന്ന് കിട്ടുന്നുവോ അവിടെ കൂട്ടമായിരിക്കും. ഇതിനൊരു സപ്പോർട്ടും നമ്മുടെ ഈ ഇന്നത്തെ ഈ വേളയിൽ എത്തിച്ചേർന്ന എല്ലാവരും ഇതിനോട് സപ്പോർട്ട് അനുസരിച്ചാണ്, അല്ലെങ്കിൽ ഇവരുടെ ക്ഷണമനുസരിച്ചാണ് ഇവിടെ എൻ്റെ ഈ വേദിയിലും സദസ്സിലും ഒക്കെ ഇരിക്കുന്നവർ. അപ്പം നമ്മളൊരു സംരംഭം അല്ലെങ്കിൽ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു ബേക്കറി ഒക്കെ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി പോരുമ്പോൾ അവരുടെ ഒരു സാമ്പത്തിക ഭദ്രതയും കൂടി ഇതിൽ ഉറപ്പുണ്ടാക്കണം എന്നും കൂടി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു വലിയൊരു സപ്പോർട്ട് നമുക്ക് എല്ലാവരും ഉണ്ടായിരിക്കണം. വൈസ് പ്രസിഡന്റ് KK സക്കറിയ മുഖ്യപ്രഭാഷണം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ, 3 പീടിക യൂണിറ്റ് വൈസ് പ്രസിഡന്റ് MS സിദ്ദീഖ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ അബ്ദുൽ മജീദ്, TK സൈദു തുടങ്ങിയവർ സംസാരിച്ചു. 30 വർഷത്തിലധികം പ്രവൃത്തി പരിചയമുള്ള ഈ രംഗത്തെ വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണ് ഖാജ ബിസ്ട്രോ കഫേ ഒരുക്കിയിരിക്കുന്നത്. സ്വന്തം അടുക്കളയിൽ തയ്യാറാക്കുന്ന ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് ബേക്കറി വിഭാഗത്തിന്റെ പ്രത്യേകത. ബിസ്ട്രോ എന്നാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഭക്ഷണശാല എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അതൊരു ഫ്രഞ്ച് നെയിമായിട്ട് വരുന്നതാണ്. അപ്പോൾ അർത്ഥമുള്ള പേര് തന്നെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഹോട്ടൽ, ബേക്കറി, അതുപോലെ തന്നെ ഫുൾ ഡേ ടീ ഷോപ്പ്, അതുപോലെ തന്നെ ചെറിയ ലഘുഭക്ഷണശാല, ഇതൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള ഫുൾ ടൈം ഹോട്ടൽ പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിക്കാനുള്ള അല്ലെങ്കിൽ അനുമതിക്ക് വേണ്ടിയിട്ടുള്ള ലൈസൻസ് ലഭിക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പൂർണ്ണ സഹകരണം ഉണ്ടാവണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. റെസ്റ്റോറന്റിൽ ഹൈജീനിന് മുൻഗണന നൽകിക്കൊണ്ടുള്ള അത്യാധുനിക കിച്ചൺ സംവിധാനങ്ങളാണ്. ഒരേ സമയം 100 പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള വിശാലമായ സൗകര്യം റെസ്റ്റോറന്റിലുണ്ട്. ഗ്രിൽസ്, ഷവർമ, ചൈനീസ് വിഭവങ്ങൾ ഉൾപ്പെടെയുള്ള മൾട്ടി ക്യൂസിൻ മെനുവാണ് ഭക്ഷണപ്രേമികളെ കാത്തിരിക്കുന്നത്.
ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നവർക്കും നാട്ടുകാർക്കും മികച്ച ആംബിയൻസിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ആസ്വദിക്കാനുള്ള ഒരു ഇടമായി ഖാജ ബിസ്ട്രോ കഫേ മാറുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഡയറക്ടർമാരായ മുനീർ, മുജീബ്, റസാഖ്, അബ്ദുൽ ഖാദർ, ഉല്ലാസ്, ഇബ്രാഹിം തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.